ഹലോ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൈൻഡ് അത്ര ഓക്കെ അല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിത്രപ്പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡൊന്നും അത്ര ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് ബോട്ടിൽ ആർട്ടൊക്കെ. പെയിന്റ് അടിച്ച് കളിക്കണോ? പൂജ ഒരു കാര്യം പറയാ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഈക്വൽ ആയിരിക്കണം. ഇതിപ്പോ കുറച്ചു ദിവസമായിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. എടാ ഞാൻ വരാ, നീ പൊക്കോ. വരാന്ന് പറഞ്ഞു വെച്ചാൽ എന്താ ഇത് നടക്കില്ല? ഞാൻ എന്താ നിന്റെ അടിമയോ? എനിക്ക് പറ്റില്ല കേട്ടോ പൂജ. അതെ, ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കിട്ട് ഇപ്പൊ തന്നെ വരാ. ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്തോണ്ട്, നീ പൊക്കോ. എന്താ നിനക്ക് വയ്യേ? എടാ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓക്കെ അല്ലടാ. ഇവിടെ ടേണില്ലേ പാലം കഴിഞ്ഞിട്ട്, അവിടെ കുറച്ച് ദിവസമായിട്ട് ഒരാൾ എന്നെ ഭയങ്കര വിയേർഡായിട്ട് നോക്കുന്നു. അയാൾ എന്നെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെയാ. അയാളെ നോട്ടം ഭയങ്കര വിയേർഡാ, ഇത് വൃത്തികെട്ട നോട്ടാ. എന്നിട്ട് നിനക്ക് ചോദിക്കായിരുന്നില്ലേ എന്താ ഏട്ടാന്ന് ചോദിക്കായിരുന്നില്ലേ? എടാ ഞാൻ ഏത് ടൈമിലാ വരുന്നത്? അവിടെ ഒന്നും ആരുമില്ല, പോരാത്തതിന് ഒരു ഇടുങ്ങിയ വഴി. അയാളെ കണ്ട പേടിയാവൂടാ. ഞാനാണെങ്കിലുണ്ടല്ലോ ഇവിടം വരെ സ്പീഡിൽ നടക്കും, അയാൾ എന്നെ ഫോളോ ചെയ്യണ്ടോന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഓടും. പേടിയാവും നമുക്ക്, നീ പറഞ്ഞ പോലെ ഒന്നുമല്ല. നീ എന്താ ഇത്ര ദിവസം എന്റെ അടുത്ത് പറയാൻ? പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ നാളെ വരുമ്പോ ഓഫീസിൽ നിന്ന് വരുമ്പോ എന്നെ വിളിക്കും, ഞാൻ വരാം. ഞാനും വരാം. ശരിയാവില്ല എന്ന് പറഞ്ഞു വെച്ചാൽ എങ്ങനെ? ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഗൈസ്. എനിക്ക് അറിയാം ഇവിടെ കൊച്ചിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നീ നാളെ വിളിക്കും, ഞാൻ വരാം. പള്ളി ആവണമെങ്കിൽ ആവട്ടെ. എന്താ ഇത് ഇവിടെ പെൺകുട്ടികൾക്ക് യാത്രയാണെന്ന് വെച്ചിട്ട് നടക്കാൻ പറ്റില്ല എന്നുണ്ടോ? ഇത് ശരിയല്ല. നമ്മൾ എന്തായാലും നാളെ പോവാം. എന്തായാലും നാളെ ഞാനും കൂടെ പൂജയുടെ കൂടെ പോയി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറയാം.